എനിക്ക് ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. കാറും ഗോളും ഒക്കെ കഴിഞ്ഞ നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ അതിൽ ശ്വേതാജി പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് ചിലതൊക്കെ പറയാനുണ്ട്, അപ്പം ആ ഒരു അവസരം കൂടി ആയിക്കോട്ടെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വരാമെന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ജാസ്മിൻ എഴുന്നേറ്റ് എനിക്ക് പറയാനുണ്ട് എന്ന് പറയാണ്. എനിക്ക് നോറയോടാണ് ഫൈറ്റ്. ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് നോറയോടാണ് പറയാനുള്ളത്. ഒരു ടാസ്കിനിടയിൽ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വേർഡ് ഉപയോഗിച്ചു, അപ്പം അതിൽ ഞാൻ നോറയോട് സോറി പറയുന്നു എന്ന് ജാസ്മിൻ മനസ്സ് തൊട്ടുകൊണ്ട് തന്നെ നോറയോട് സോറി ചോദിക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടായിട്ട് കൊണ്ടുനടന്ന ഒരാളെ തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ റസ്മിനും ജാസ്മിനോട് സോറി ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ തമ്മിലുണ്ടായ ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണ് സോറി ചോദിക്കുന്നത്. ജാസ്മിൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസ്മിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ ഓടി ചെന്ന് റസ്മിനെ കെട്ടിപ്പിടിക്കുകയും ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്വേതാജി പറയുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ, ഈ ഒരു രീതിയിൽ വേണം മുന്നോട്ട് പോകാമെന്ന്. സാബു ചേട്ടനും പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരെല്ലാം ഭൂരിഭാഗം പേരും പ്രായം കുറഞ്ഞ ആൾക്കാരാണ്, യങ്ങാണ്, അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ഉണ്ട്, അവരായിട്ട് ഉണ്ടാക്കിയെടുത്ത മെച്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കളിക്കുക, ആരെയും ഒരു രീതിയിലും ജഡ്ജ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ശ്വേതാജിയും സാബു ചേട്ടനും ടീമിന് ഓൾ ദി ബെസ്റ്റും കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു ജാസ്മിന്. പക്ഷേ ജാസ്മിൻ്റെ നെഗറ്റീവൊക്കെ പോയി ഇപ്പോൾ ജാസ്മിൻ തന്നെ ഒരു പോസിറ്റീവ് വൈബായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ തന്നെ ജിൻഡോനോടും സിജോനോടൊക്കെ നല്ല രീതിയിൽ കൂട്ടുകൂടി ഗെയിമുകളും ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഇപ്പം ആ ഒരു കറക്റ്റ് ലെവലിൽ എത്തിയെന്ന് തോന്നും. കാരണം എല്ലാവരും ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ കുറിച്ച്. പക്ഷേ ആ പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പം അതെല്ലാം മാറ്റി ജാസ്മിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.